ന്യൂസ് ട്രെൻഡ്സിനി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മണ്ഡലത്തിന്റെ ചിത്രങ്ങളിലേക്ക് ആണ് പോകുന്നത്. ഒരു പക്ഷേ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിത്രം ഉണ്ടായിരുന്നു. എറണാകുളം ജില്ലയിലെ അടക്കം ഉൾപ്പെടുന്ന കുന്നത്തുനാട് മണ്ഡലത്തിന്റെ ഒരു സവിശേഷത എന്നത് സാധാരണ നിലയിൽ നമുക്കറിയാം തെരഞ്ഞെടുപ്പിൽ 3 മുന്നണികളുടെ പ്രധാന പോരാട്ടം ആണ് നടക്കുന്നത്. അവിടെ LDF, UDF, അതോടൊപ്പം തന്നെ NDA. എന്നാൽ 2020 കൂടി തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുകയും അങ്ങനെ 2020 വലിയ വോട്ടുറപ്പിക്കുകയും ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് ആയിരുന്നു 2021 കുന്നത്തുനാട് നടന്നത്. എന്നാൽ ഇപ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായി 2020 NDAയുടെ ഭാഗമായി എന്നത് നമുക്കറിയാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുന്നതിൻ്റെ തലേ ദിവസം ആയിരുന്നു 2020 ഔദ്യോഗികമായി NDAയുടെ ഭാഗമാവുകയും അങ്ങനെ BJPയുമായി കൈകൊടുക്കുകയും ചെയ്തത്. ഇതോടുകൂടി അതായത് 2020യുടെ NDA പ്രവേശനം കുന്നത്തുനാട് മണ്ഡലത്തിൽ എന്തു മാറ്റം ആണ് ഉണ്ടാക്കുക എന്നതാണ് നമ്മൾ ഇനി വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. നിലവിലെ വോട്ട് ചിത്രത്തിൻ്റെ പ്രതീക്ഷകളും സാധ്യതകളും എന്ത് എന്നതാണ് നമ്മൾ വിലയിരുത്തുന്നത്. അതായത് കുന്നത്തുനാട് മണ്ഡലം ഇത്തവണ 2020 പിടിക്കുമോ എന്നതാണ് നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. 2020യുടെ കടന്നുവരവ് NDAയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാകും എന്ന് പറയുമ്പോൾ ഇത്തവണ ഈ 2020 സഖ്യത്തിന് വോട്ടുയർത്താൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ആണ് ഉള്ളത് എന്നതുൾപ്പെടെ ആണ് നമ്മൾ പരിശോധിക്കുന്നത്. എന്ത് സാധ്യതകളാണ് 2020 NDAയുടെ ഭാഗമായി വരുമ്പോൾ കുന്നത്തുനാട് സംഭവിക്കാൻ പോകുന്നത്? നിലവിൽ അവിടെ LDFന്റെ MLA ആണ് ഉള്ളതെങ്കിലും വളരെ കുറഞ്ഞ വോട്ടുകൾക്കാണ് ഈ LDFന്റെ MLA വിജയിച്ച് കയറിയത്, ശ്രീനിജൻ വിജയിച്ച് കയറിയത് എന്നതാണ്. അതുകൊണ്ട് തന്നെ 2020യുടെ വോട്ടിൽ ഇത്തവണ പ്രതീക്ഷയർപ്പിക്കുന്നുണ്ട് UDF എന്നുകൂടി പറഞ്ഞു പോകേണ്ടതുണ്ട്. അതെന്ത് എന്നതുകൂടി നമുക്ക് വിശദമായി പരിശോധിക്കാം. അതിനു മുമ്പ് 2020 NDAയുടെ ഭാഗമാകുമ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നത്തുനാട് എന്ത് പ്രതീക്ഷയാണ് 2020 വെച്ച് പുലർത്തുന്നത്? അത് പാർട്ടിയുടെ നേതാവ്, സ്ഥാപക നേതാവ് കൂടിയായിട്ടുള്ള വ്യക്തി തന്നെ നമ്മളോട് വിശദീകരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി ആജ്ഞയുമായാണ് സാബു ജേക്കബ് സംസാരിച്ചത്. ആദ്യം അതിലേക്ക്. 2020 NDA അലയൻസ് എറണാകുളം ജില്ലയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ വരാൻ പോകുന്ന മാറ്റം എന്തൊക്കെയാണ്? ഒരു വലിയ മാറ്റം തന്നെ ഈ എറണാകുളം ജില്ലയിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിലാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് തന്നെ. നമ്മളോടൊപ്പം 2020 അധ്യക്ഷൻ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് 2020 ലക്ഷ്യമിടുന്നത് എന്നൊരു കാര്യം ചോദിച്ചറിയാം. നമസ്കാരം സാർ. നമുക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം 4 മണ്ഡലങ്ങളുണ്ട് എറണാകുളം ജില്ലയിൽ 2020ക്ക് കടുത്ത സ്വാധീനമുള്ള. ഈ 4 മണ്ഡലങ്ങളിലും NDA കൂടി അലയൻസ് വരുന്ന ഒരു സാഹചര്യത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയായിരിക്കും കാണുക? ആദ്യമായിട്ട് ഈ 4 മണ്ഡലം എന്ന് പറയുന്നത് തെറ്റാ. ഞങ്ങൾക്ക് 6 മണ്ഡലങ്ങളിൽ, ഞങ്ങൾ കഴിഞ്ഞ തവണ 8 മണ്ഡലങ്ങളാണ് മത്സരിച്ചത്. അതിൽ 6 മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് മുൻഗായ്മയുണ്ടത്. അപ്പോൾ ഈ തവണ നമ്മൾ ഈ എറണാകുളം ജില്ല മാത്രമെന്നുള്ളതല്ല. ഇവിടെ സാധാരണ രീതിയിൽ നമ്മൾ 1 1 2 എന്നാണ് നമ്മൾ കൂട്ടുന്നത്. ഇവിടെ ഈ 2020യും NDAയും തമ്മിൽ 1 1 2 അത് 10 15 ആവാം എന്നുള്ളതാണ്. ഇതൊരു വിശ്വാസമാണത്. ഞങ്ങൾക്ക് പലപ്പോഴും 2020ക്ക് ഒരുപാട് ആരാധകരുണ്ട്, ഒരുപാട് അംഗങ്ങൾ, അല്ലെങ്കിൽ 2020 ഭരണം വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അവസാന നിമിഷം വരുമ്പോൾ ഒരു സൈക്കോളജി വർക്ക് ചെയ്യാണത്. ഈ ഒരു പാർട്ടി മാത്രം നിന്നാൽ വിജയിക്കുമോ, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പോൾ ആളുകൾ ജയിക്കുന്ന പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഇടതിനോ വലതിനോ വോട്ട് ചെയ്യാനായിട്ട് അവർ നിർബന്ധിതരാവുകയാണത്. അപ്പോൾ ഇവിടെ ആ സാഹചര്യം മാറി. ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയുമായിട്ട് ഞങ്ങളൊരു സഖ്യമുണ്ടാക്കിയപ്പോൾ അവരുടെ കോൺഫിഡൻസ് 10 മടങ്ങായിട്ട് വർദ്ധിച്ചു. അപ്പോൾ നമ്മൾ ഈ പറയുന്ന 1 1 2 എന്നുള്ള സ്ഥാനത്ത് 10 15 20 മാറും. അപ്പോൾ ഒരു വലിയ ചരിത്ര വിജയം തന്നെ NDAക്ക് കേരളത്തിൽ സാധിക്കുമെന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇപ്പോൾ കുന്നത്താട് മണ്ഡലത്തിൽ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പ് നോക്കിയാലും സുജിത് സുരേന്ദ്രനായിരുന്നല്ലോ 2020യുടെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് തന്നെ 3ാം സ്ഥാനത്ത് എത്തുന്നു എന്ന് പറയുമ്പോഴും 2ാം സ്ഥാനത്തുണ്ടായിരുന്ന കോൺഗ്രസിനേക്കാൾ ഒട്ടും പിന്നിലായിരുന്നില്ല. അപ്പോൾ ഈ NDA ഒരു സഖ്യകക്ഷിയായി കൂടി മാറുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ കൂടി, ആ ഒരു മണ്ഡലത്തെ കൂടി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, നമ്മളിപ്പോ ഈ 21 സ്ഥിതിയല്ല ഇന്ന് നമ്മളിപ്പോൾ ഏറ്റവും അടുത്ത് നടന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LDFും UDFും വെൽഫെയറും PDPയും SDPയും കൂടി 25 പാർട്ടികൾ ചേർന്ന് ഒരേ ചിഹ്നത്തിൽ ഒരേ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിച്ച സ്ഥലത്ത് ഞങ്ങൾ ഏതാണ്ട് 8 പഞ്ചായത്തുകളിൽ
നമ്മൾ എടുക്കുകയാണെങ്കിൽ വാർഡുകളുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ 6 പഞ്ചായത്തുകളിലെ ഞങ്ങൾക്ക് കിട്ടിയ വോട്ട് ഞങ്ങളിന്ന് 1-ാം സ്ഥാനത്താണ്. 6 പഞ്ചായത്തിൽ നിന്ന് മാത്രം. 2-ാം സ്ഥാനത്ത് UDFും വളരെ പിന്നിലേക്ക് പോയി LDF. അപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് ഇത്രയും ഇവരെല്ലാവരും കൂടി ഒന്നിച്ചു നിന്നിട്ട് ഞങ്ങൾക്ക് 1-ാം സ്ഥാനത്ത് വോട്ട് ഷെയർ 6 പഞ്ചായത്തുകളിൽ നേടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ 8 പഞ്ചായത്തുകളിലെ വോട്ടും ഞങ്ങൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒരു ത്രികോണ മത്സരം നടക്കുകയും ചെയ്തു കഴിയുമ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് വളരെയധികം കൂടും. ന്യൂനപക്ഷ വോട്ടുകൾ മാറാനുള്ള ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുന്നുണ്ട്. അതായത് NDA അലയൻസ് വന്നിരുന്ന ഒരു സാഹചര്യത്തിൽ മുസ്ലിം വോട്ടുകൾ കൂടുതലുള്ള ഒരു മേഖല കൂടിയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ കുറയും എന്നുള്ളൊരു വിലയിരുത്തൽ കൂടിയുണ്ടല്ലോ. ഞാൻ ഇതിനു മുമ്പ് എൻ്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഇവിടെ എല്ലാം ഈ രാഷ്ട്രീയത്തിൻ്റെ വഴിക്ക് പോകണം, മതത്തിൻ്റെ വഴിക്ക് പോകണം. ഈ വോട്ട് ന്യൂനപക്ഷങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ വർഗീയപരമായിട്ട് തിരിക്കുന്നതിനോട് ഞങ്ങളെതിരാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ പറയുന്ന 2020 NDA സഖ്യം വന്നതുകൊണ്ട് ഇന്ന് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുമെന്ന് 100% ഉറപ്പുണ്ടത്. അത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമായിട്ടോ ഞങ്ങൾ എടുക്കുന്നില്ല. യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. പക്ഷെ ഇവിടുത്തെ ഇടതും വലത് എന്താണ് ചെയ്യുന്നത്? ഇവരെ ന്യൂനപക്ഷങ്ങളുടെ പേരിൽ മുതലക്കണ്ണുനീരൊഴുക്കി അവരെ വോട്ട് നേടാനായിട്ട് മാത്രമാണ് ശ്രമിക്കുന്നത്. ഒരിക്കലും അവരത് പരിഹരിക്കാനും പോകുന്നില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പ് ഉള്ളിടത്തോളം കാലം ഇവരതൊരു ആയുധമാക്കിയെടുത്ത് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു അസ്വസ്ഥത മൂലമുണ്ടായിട്ടുള്ള പ്രചാരണമാണെന്നാണ് പറഞ്ഞു വരുന്നത്. അതായത് ഈ LDFനും UDFനും ഈ NDA അലയൻസുമായി 2020 NDAയും തമ്മിലുള്ള അലയൻസും നിന്നുണ്ടായിട്ടുള്ള ഒരു അസ്വസ്ഥത മൂലമാണ് അത്തരത്തിലൊരു ന്യൂനപക്ഷ ഇതുണ്ടാക്കുന്നത് എന്നാണോ? ഇല്ല, ഇതൊന്നും ഇതുമായിട്ട് ബന്ധമില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഇടതുപക്ഷവും വലതുപക്ഷവും ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അവർ ന്യൂനപക്ഷങ്ങളെ ഇതിന്റെ പേരിൽ ഊറ്റിക്കുടിക്കുകയാണത്, തെറ്റിദ്ധരിപ്പിച്ച് ഊറ്റിക്കുടിക്കുകയാണത്. പക്ഷെ ഞങ്ങൾ യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുന്നു. അത് തെരഞ്ഞെടുപ്പുമായിട്ടോ അവരുടെ വോട്ട് പ്രതീക്ഷിച്ചുകൊണ്ടോ അല്ലാന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, നേരത്തെ പഞ്ചായത്തുകളിൽ ഫണ്ടുകൾ നീക്കിയിരിപ്പ് വന്നതും അത് അവിടുത്തെ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ അതായത് എങ്ങനെയാണ് ഒരു പഞ്ചായത്തിന്റെ തദ്ദേശീയമായ ഭരണം നടത്തേണ്ടതെന്ന് കാണിച്ചു കൊടുത്ത ഒരു പാർട്ടി കൂടിയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും അല്ലെങ്കിൽ നിയമസഭയിൽ എത്തിയാലും അത്തരമൊരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമോ? അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഇന്ന് ഇന്ത്യയെ ലോകത്തിൻ്റെ ഉന്നതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സർക്കാരാണ് മോഡി സർക്കാർ. വികസനമാണ് അവരുടെ അജണ്ട, ജനങ്ങളുടെ ക്ഷേമമാണ് അവരുടെ അജണ്ട. ഇതേ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് 2020. അപ്പോൾ രണ്ടുപേരും ആശയപരമായിട്ട് വികസനം ഊന്നിക്കൊണ്ടുള്ള ഒരു അജണ്ടയാണത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് വിവിധ പഞ്ചായത്തുകൾ വിവിധ വികസന പ്രവർത്തനങ്ങൾ, ഇന്നത്തെ ഈ കാലഘട്ടത്തിന് വേണ്ട പ്രവർത്തനങ്ങൾ നടത്തി തെളിയിച്ചിട്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണത്. അപ്പം ഞങ്ങളുടെ ആ അനുഭവവും ഞങ്ങളുടെ ആ ലക്ഷ്യവും ഞങ്ങളുടെ ആശയവും BJP പോലെയുള്ള ഒരു പാർട്ടിയുമായിട്ട് സംയോജിക്കുമ്പോൾ അത് വലിയൊരു റിസൾട്ടായിരിക്കും വരുന്നത്. അപ്പോൾ കേരളത്തെ രക്ഷപ്പെടുത്താനായിട്ട്, കേരളത്തിൻ്റെ വികസനം, യഥാർത്ഥ വികസനം കൊണ്ടുവരാനായിട്ട് പറ്റിയ ഏറ്റവും നല്ലൊരു അവസരമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കരുതുന്നത്. താങ്ക് യു. എറണാകുളത്തിന്റെ ചിത്രം തന്നെ മാറിമറിയും എന്നുള്ള വിലയിരുത്തലുകളാണ്, രാഷ്ട്രീയ ചിത്രം തന്നെ മാറിമറിയുന്ന ഒരു വിലയിരുത്തലുകളാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ തയ്യാറെടുക്കുകയാണ് NDA 2020 സഖ്യകക്ഷികൾ. ക്യാമറാമാൻ ശ്യാംലാലിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, News 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.